Hi everyone, welcome to Neo Home Tuitions. So, how are you all? What about your classes? Okay, good. Okay then. So we were just discussing about the important questions. അല്ലേ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എക്സാംസിന്. എല്ലാവരും എക്സാംസിന് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. സോ വി വർ ജസ്റ്റ് ഡിസ്കസിങ് അബൌട്ട് ദോസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിലൊരു ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് അല്ലേ? ഓക്കെ ദെൻ. Now, I think I had given you a homework. Is it? നമ്മൾ ഒരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല, ഒരു ക്വസ്റ്റ്യൻ. അതായത് 5/8 sec square 60 ഡിഗ്രി മൈനസ് ടാൻ സ്ക്വയർ 60 ഡിഗ്രി പ്ലസ് കോസ് സ്ക്വയർ 45 ഡിഗ്രി അല്ലെ, ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഞാനത് ചെയ്ത് നോക്കാം, ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലോങ് വിത്ത് ദാറ്റ് ഐ ആസ്ക്ഡ് യു ടു സ്റ്റഡി ദാറ്റ് ടേബിൾ അല്ലെ. ആ ടേബിളും കൂടി പഠിച്ചോ എല്ലാവരും? യെസ്, എല്ലാവരും എസ് ഒക്കെ പറയുന്നുണ്ട്. എക്സാംസിന് കണ്ടാൽ മതി, ഈ ടേബിൾസിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എക്സാംസിന് എഴുതിയാൽ മതി. ഓക്കെ, and then okay, so what is the answer of this question? Yes, okay, very good. Okay, I think you had tried, most of you had tried the question. Is it very good? And okay, നമുക്കപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ നോക്കാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5/8 sec square 60 ഡിഗ്രി മൈനസ് ടാൻ സ്ക്വയർ 60 ഡിഗ്രി പ്ലസ് കോസ് സ്ക്വയർ 45 ഡിഗ്രി അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് സീക് സ്ക്വയർ 60യുടെ വാല്യൂ അറിയണം, ടാൻ സ്ക്വയർ 60യുടെ വാല്യൂ അറിയണം, ആൻഡ് കോസ് സ്ക്വയർ 45 ഡിഗ്രിയുടെ വാല്യൂ അറിയണം. ഓക്കെ, അത് സിംപ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. വി വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ടു ദ സൊല്യൂഷൻ, ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ഓക്കെ, so 5/8 into sec square 60 ഡിഗ്രിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. സോ 2 സ്ക്വയർ മൈനസ് ആൻഡ് ടാൻ സ്ക്വയർ 60 ഡിഗ്രിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? √3 ആണ്. സോ √3 ദ ഹോൾ സ്ക്വയർ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് കോസ് സ്ക്വയർ 45 ഡിഗ്രി. സോ കോസ് സ്ക്വയർ 45 ഡിഗ്രിയുടെ വാല്യൂ എന്താ? 1/√2 അല്ലെ. അപ്പൊ 1/√2 ദ ഹോൾ സ്ക്വയർ. അവിടെ ഈ സ്ക്വയർ ഉള്ളത് കൊണ്ടാണ് കേട്ടോ സ്ക്വയേഴ്സ് ഒക്കെ കൊടുക്കുന്നത്. ഐ തിങ്ക് most of you have tried this question, there is no need of a much explanation, is it? എന്നാലും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, ആർക്കെങ്കിലും എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ you can just clear it now. Okay, so ചെയ്തു, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു കൊടുത്തു. സോ 5/8 into 2 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. മൈനസ് √3 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? 3 ആണ്. And 1/√2 the whole square is 1/2. So you have to just do the calculations here, that is multiplication, addition and subtraction here. So here എന്താ എളുപ്പത്തിൽ ചെയ്യാൻ, എങ്ങനെ 4ഉം 8ഉം cancel ചെയ്തു പോകും, and it will be in 2 അല്ലേ. So we will be getting എന്താണ് 5/2 minus 3, ഞാൻ ഓക്കെ പ്ലസ് 1/2 എഴുതണം ആദ്യം, എന്നിട്ട് -3 ചെയ്യാം. കാരണം ഏകദേശം ഒരേപോലത്തെ ടേം ആണല്ലോ, ഒരു ഫ്രാക്ഷൻസ് ഞാൻ ഒരുമിച്ച് എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, സോ 5/2 പ്ലസ് 1/2 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? 5/2 പ്ലസ് 1/2 എന്ന് പറയുന്നത് എന്താ വരുന്നത്? വാല്യൂ എന്താ വരുന്നത്? -3. ഇറ്റ് ഈസ് 6/2 അല്ലെ. 5/2 പ്ലസ് 1/2 എന്ന് പറയുന്നത് 6/2 ആണ്. 6/2 minus 3 and which is equal to, what is 6/2? cancel ചെയ്യുമ്പോൾ 3 എന്ന് വരും. so 3 minus 3, it will be equal to 0. okay, it will be equal to 0. clear? okay, 1 മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ. സോ ജസ്റ്റ് സിംഗിൾ സ്റ്റെപ്പിൽ ചെയ്താൽ മതി. ഞാൻ ചെയ്ത പോലെ ഇത്രയും കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യേണ്ട. ആർക്കെങ്കിലും എവിടെയെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റെപ്സ് ഓരോന്നും ചെയ്തത്. ഓക്കെ, സോ സിംഗിൾ സ്റ്റെപ്പിൽ ആൻസർ ചെയ്താൽ, ബിക്കോസ് ഇറ്റ് ഇസ് ഫോർ 1 മാർക്ക്, there is no need of a long steps and all here. So the next question എന്ന് പറയുന്നത് 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, and it is from the 2023 question paper. okay, which of the following is true for all values of theta? 0 degree less than or equal to, theta less than or equal to 90 degree. So ഇത് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏത് ഓപ്ഷൻ ആണ് ട്രൂ ഫോർ ഓൾ വാല്യൂസ് ഓഫ് തീറ്റ? അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഐഡന്റിറ്റീസ് ഏതെങ്കിലും ബേസ് ചെയ്തിട്ട് വരുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾ കുറെ ഐഡന്റിറ്റീസ് പഠിച്ചിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ.
സോ ഐഡന്റിറ്റീസ് പഠിക്കാതെ, അതായത് ഏതെങ്കിലും ഐഡന്റിറ്റീസ് തെറ്റായിട്ടാണ് തന്നിരിക്കുന്നത് ഇവിടെ, അങ്ങനെ ഏതെങ്കിലും ഐഡന്റിറ്റി തെറ്റായി തന്നിട്ടുണ്ടാവും. ഓക്കെ, സോ അതൊന്ന് ജസ്റ്റ് കണ്ടുപിടിച്ച് കൊടുത്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഏതാണ് ഇതിൽ ആകെ പഠിച്ചു, ഏതാണ് ഇതിൽ ഏതോ ഈ 4 ഐഡന്റിറ്റീസ് ആണോ, അല്ലെങ്കിൽ ഈ 4 ഒരു പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്, തീറ്റനെ ബേസ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. ഇതിൽ ഏത് പ്രോപ്പർട്ടിയാണ് തീറ്റയ്ക്ക് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 to 90 ഡിഗ്രി ആണ്. സോ ഇതിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഫോർ ദ വാല്യൂ ഓഫ് തീറ്റ, അല്ലെങ്കിൽ ട്രൂ വാല്യൂ ഫോർ തീറ്റ, അതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് cos സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 1. So is it correct? No. Why? So the explanation is given here for all the 4 options. Okay. So using the identity, നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, cos സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്ന ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റിന്റെ വാല്യൂ എന്താണ് പഠിച്ചിട്ടില്ല. ഐഡന്റിറ്റി ലാസ്റ്റ് ആണ് നമ്മൾ ഐഡന്റിറ്റീസിന്റെ ടോപ്പിക് പഠിക്കുന്നത് ഈ ചാപ്റ്ററിൽ, അല്ലേ? നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് ഇത്. സോ cos സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നതിന്റെ ഐഡന്റിറ്റി എന്താ? cos 2 തീറ്റ. ഓക്കെ, സോ നമുക്ക് cos സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് പറയുന്നത് എന്താ വരുന്നത്? cos 2 തീറ്റ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. cos സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, cos 2 തീറ്റ എന്ന് പറയുന്നത്. സോ cos 2 തീറ്റ മൈനസ് 1 എന്ന് പറഞ്ഞിട്ട് വരും. ഇത് ഒരിക്കലും ട്രൂ അല്ല. ഓക്കെ, വിച്ച് ഈസ് നോട്ട് ഓൾവേസ് ട്രൂ. സോ ദിസ് ഓപ്ഷൻ ഈസ് ഇൻകറക്റ്റ്. ഓക്കെ, ഇതെന്താണ്? ഇൻകറക്റ്റ് ആണ്. ആൻഡ് ബിക്കോസ് അവർ പെർട്ടിക്കുലർ ആയിട്ട് ഇതെന്ന് പറയുന്നത് എന്തിനോടെങ്കിലും ഈക്വൽ ആണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ജസ്റ്റ് അവർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നുകൊണ്ട് തീറ്റയുടെ വാല്യൂ 0 to 90 വേരി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഇത് എല്ലാ കേസിലും ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരേ വാല്യൂ തന്നെ വരണം എന്നില്ല. ഇവിടെ നമ്പർ മാറുന്നതനുസരിച്ച് മാറാം. സോ എനിവേ ഇത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഈക്വൽ ടു പറഞ്ഞിട്ട് ഒരു വാല്യൂ ഒന്നും തരാത്തത് കൊണ്ട് ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്? അല്ല, ഓപ്ഷൻ എ അല്ല വരുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? cosec സ്ക്വയർ തീറ്റ മൈനസ് sec സ്ക്വയർ തീറ്റ മൈനസ് 1. സോ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, cosec സ്ക്വയർ തീറ്റ is equal to 1 plus cot സ്ക്വയർ തീറ്റ ആൻഡ് sec സ്ക്വയർ തീറ്റ is equal to 1 plus tan സ്ക്വയർ തീറ്റ. സോ ഈ cosec സ്ക്വയർ തീറ്റ ഈ നമ്മുടെ ഈ തന്നിട്ടുള്ള ഈ ഓപ്ഷനിൽ cosec സ്ക്വയർ തീറ്റയ്ക്കും sec സ്ക്വയർ തീറ്റയ്ക്കും ഈ രണ്ട് പ്രോപ്പർട്ടീസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് വരും? 1 plus cot സ്ക്വയർ തീറ്റ മൈനസ് 1 plus tan സ്ക്വയർ തീറ്റ മൈനസ് ഈ ലാസ്റ്റത്തെ 1, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 1. ഓക്കെ, സോ ഇതിന്ന് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ 1 ഉം 1 ഒക്കെ ഈ 1 ഉം 1 ഉം ക്യാൻസൽ ചെയ്ത് പോകും. അതിനുശേഷം വരുന്നത് cot സ്ക്വയർ തീറ്റ മൈനസ് tan സ്ക്വയർ തീറ്റ മൈനസ് 1 ആയിരിക്കും. അത് എപ്പോഴും 0 ആവണം എന്നില്ല. ഓക്കെ, ഇതിന്റെ വാല്യൂ എപ്പോഴും 0 ആവണം എന്നില്ല. അതേപോലെ തന്നെ ഇതിനൊരു പെർട്ടിക്കുലർ ഈ ഓപ്ഷനിൽ നോക്കിയാലും ഇത് ഈക്വൽ ടു ഇതാണ് അങ്ങനെയൊന്നും പെർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞിട്ടില്ല. സോ ഈ ഓപ്ഷനും എന്തല്ല? ട്രൂ അല്ല. നമുക്ക് തന്നിട്ടുള്ള വാല്യൂ ഓഫ് തീറ്റയ്ക്ക് അതില്ലെങ്കിൽ കറക്റ്റ്, അതായത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ cot സ്ക്വയർ തീറ്റ മൈനസ് tan സ്ക്വയർ തീറ്റ മൈനസ് 1 എപ്പോഴും തീറ്റയുടെ വാല്യൂ 0 to 90 ഡിഗ്രിയിൽ ട്രൂ ആയിരിക്കണം എന്നില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾസോ ഇൻകറക്റ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് sec സ്ക്വയർ തീറ്റ മൈനസ് tan സ്ക്വയർ തീറ്റ മൈനസ് 1. അത് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ sec സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 plus tan സ്ക്വയർ തീറ്റയാണ്, അല്ലെ? 1 plus tan സ്ക്വയർ തീറ്റയാണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 1 plus tan സ്ക്വയർ തീറ്റ മൈനസ് tan സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇതിൽ tan സ്ക്വയർ തീറ്റയും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? 1 ആണുള്ളത്. പിന്നെ ഈ ഒരു മൈനസ് 1 ഉണ്ട്, അല്ലെ? ഈ ഒരു മൈനസ് 1 ഉണ്ട്. ഇത് sec സ്ക്വയർ തീറ്റ മൈനസ് tan സ്ക്വയർ തീറ്റ ചെയ്തപ്പോഴാണല്ലോ 1 എന്ന് കിട്ടിയത്. അപ്പോൾ 1 മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? 0, അല്ലെ? തീറ്റയുടെ വാല്യൂ എവിടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? തീറ്റ എന്ന് പറയുന്നത് 0 to 90 ആണ്, അല്ലെ? അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ ഈ ഓപ്ഷൻ ചെയ്തപ്പോൾ എന്താണ്? 0 എന്നാണ് വാല്യൂ വന്നത്. സോ ഫോർ ദ വാല്യൂ ഓഫ് തീറ്റ ദിസ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ദ ഗിവൺ പ്രോപ്പർട്ടി ഈസ് ട്രൂ. ഇത് ട്രൂ ആണ് എന്ന് കിട്ടി. നെക്സ്റ്റ് ഓപ്ഷനും കൂടി നോക്കാം. cot സ്ക്വയർ തീറ്റ മൈനസ് tan സ്ക്വയർ തീറ്റ. അത് ട്രൂ ആയി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കണമെന്നില്ല. എനിവേ യു ക്യാൻ ജസ്റ്റ് ചെക്ക് ഇറ്റ്. ഓക്കെ, അപ്പൊ cot സ്ക്വയർ തീറ്റ മൈനസ് tan സ്ക്വയർ തീറ്റ 1 ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ cot സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? tan തീറ്റയുടെ റെസിപ്രോക്കൽ ആണ്, അല്ലെ? സോ cot സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1 by tan സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞിട്ട് എഴുതാം. സോ cot സ്ക്വയർ തീറ്റ മൈനസ് tan സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാം? 1 by tan സ്ക്വയർ തീറ്റ മൈനസ് tan സ്ക്വയർ തീറ്റയാണ്. നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ cot സ്ക്വയർ തീറ്റയ്ക്ക്. സോ ഇതിന്
നമ്മൾ സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ അത് 1 തന്നെ ആയിരിക്കണം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സോൾവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ 1 വാല്യൂ കിട്ടണം എന്നാണ് പറഞ്ഞത്. ഇത് സോൾവ് ചെയ്ത് നോക്കിക്കോളൂ, 1 അല്ല കിട്ടുന്നത് നിങ്ങൾക്ക്. അതിന്റെ തീറ്റയ്ക്ക് ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുത്താലും അത് എപ്പോഴും 1 ആവണമെന്നില്ല. ഏതോ ഒരു പെർട്ടിക്കുലർ വാല്യൂക്ക് മാത്രമേ 1 ആവുള്ളൂ. ബാക്കി വാല്യൂസിനൊക്കെ വേറെ, തീറ്റയുടെ വേറെ ആംഗിൾസിനൊക്കെ വേറെ വാല്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ അത് എപ്പോഴും 1 ആയിരിക്കണം എന്നില്ല. അവർ പറഞ്ഞിരിക്കുന്നത് 1 ആണ് എപ്പോഴെന്നാണ്. സോ അത് അങ്ങനെ ആയിരിക്കണം എന്നില്ല. സോ ദിസ് ഓപ്ഷൻ ഈസ് ഓൾസോ ഇൻകറക്റ്റ്. So we got that all the three options, the options A, B and D are incorrect, or the option C is the correct one. Okay. ഈ എക്സ്പ്ലനേഷൻസ് ഒന്നും എക്സാമിന് എഴുതണ്ട, ജസ്റ്റ് ഇത് അറിഞ്ഞാൽ മതി. ലോജിക്ക് നിങ്ങൾക്ക് അറിഞ്ഞിട്ട് കറക്റ്റ് ആൻസർ മാത്രം അവിടെ എഴുതിയാൽ മതി, സ്റ്റേറ്റ്മെന്റ് മാത്രം, അല്ലെങ്കിൽ ടിക്ക് ചെയ്താൽ മതി. ഓക്കെ. So the next question is, if sin theta plus cos theta is equal to √3, then find the value of sin theta into cos theta. And this is a question of 3 marks which is asked in the question paper 2023. So 2023 3 marks ന് ഉപയോഗിച്ചിട്ടുള്ള ഒരു question ആണ്. We are given a hint that sin theta plus cos theta is equal to √3. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? We have to find the value of sin theta into cos theta. We have to find the product value of this term. Okay. So നമുക്ക് തന്നിട്ടുള്ള ഹിന്റ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം? Any suggestions or any ideas from your side? Just answer me. തെറ്റാണെങ്കിൽ കുഴപ്പമില്ല. No matter if whether it is wrong or right. You have to try it at least. Yeah, I think you all are almost near. Okay, then we can just move on to the solution here. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഹിന്റ് എന്താണ്? sin theta plus cos theta is equal to √3 അല്ലേ? ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഹിന്റ് എന്ന് പറയുന്നത്. നമുക്ക് പക്ഷെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? sin theta into cos theta പ്രൊഡക്റ്റിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ട്രയാങ്കിൾ വരച്ച് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊരു ജസ്റ്റ് നമ്മുടേതായ രീതി നമ്മളോട് പ്രൊസീഡ് ചെയ്യാണ്. സോ സ്ക്വയർ ചെയ്യണം. Squaring on both sides. We are going to square the equation, given equation on both sides. Okay, അപ്പോൾ both sides square ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? sin theta plus cos theta the whole square is equal to √3 the whole square. Okay, ഇങ്ങനെയാണ് വരിക സ്ക്വയർ ചെയ്യുമ്പോൾ അല്ലെ. ഇനി ഈ സ്ക്വയറിനെ എന്ത് ചെയ്യുക? നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതെന്താണ്? ഇത് ശരിക്കും a plus b the whole square എന്നുള്ള ഫോമിലല്ലേ കിടക്കുന്നത്? a plus b the whole square, LHS. The LHS is in the form of the equation a plus b the whole square. So what is the expansion of a plus b the whole square? Very good. I think you all know this property, is it? Very good. So a square plus 2ab plus b square. So അത് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. sin square theta plus a square plus b square plus 2ab. Okay, there is no importance for the order in this property അല്ലേ. ഇതിപ്പോൾ a square plus 2ab plus b square തന്നെ എഴുതണമെന്നില്ല. a square plus b square plus 2ab എന്ന് എഴുതിയാലും കുഴപ്പമില്ല, because the sign between them is addition. സബ്ട്രാക്ഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഓർഡർ ഒന്നും മാറ്റാൻ പറ്റില്ല കേട്ടോ. അഡീഷൻ ആയതുകൊണ്ടാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, നിങ്ങൾ പഠിച്ച രീതി തന്നെ എഴുതിക്കോളൂ പ്രോപ്പർട്ടി. ഓക്കെ, സോ sin square, the LHS just changed into sin square theta plus cos square theta plus 2 sin theta cos theta equal to, and RHS side എന്താ? √3 the whole square എന്ന് പറഞ്ഞാൽ എന്താ? 3 അല്ലേ. ഇനി sin square theta plus cos square theta എന്ന് പറയുന്നത് എന്താ? ഇനി നമുക്ക് സോൾവ് ചെയ്യണ്ടേ, സിംപ്ലിഫൈ ചെയ്ത് വരണ്ടേ നമുക്ക്. sin square theta plus cos square theta എന്ന് പറഞ്ഞാൽ എന്താ? ഐഡന്റിറ്റി. യെസ്, ഹിയർ ഇറ്റ് ഈസ് റിട്ടൺ അല്ലേ, ഇവിടെ എഴുതിയിട്ടുണ്ട്. sin square theta plus cos square theta is equal to 1 അല്ലേ. അപ്പൊ sin square theta plus cos square theta എന്ന് പറയുന്നത് 1 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ആൻഡ് ദ റിമൈനിങ് പാർട്ട് ഈസ് 2 sin theta cos theta. So 1 plus 2 sin theta cos theta equal to 3. Okay, is it clear for you all? Is there any doubts? No. Can I move forward? Okay then. So ഞാൻ എന്ത് ചെയ്തു? നെക്സ്റ്റ് സ്റ്റെപ്പിൽ I am just moving this 1 to the RHS side. Okay, I am just moving this 1 to the RHS side. So it will be 3 minus 1. 3 minus 1 and 3 minus 1 it is 2. So we got it now. 2 sin theta cos theta is equal to 2. And we have to find the value of, നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്?
the value, product value of sin theta into cos theta അല്ലെ, sin theta into cos theta വാല്യൂ അല്ലേ. അപ്പൊ ഏകദേശം നമ്മൾ അടുത്തെത്തി. ഈ കൂടെയുള്ള ഈ 2 ന്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല LHS സൈഡിൽ. So just moving this 2 from RHS side to LHS side. So it will be, since the 2 in the RHS side is multiplication, while moving on to the RHS side, it will be 2 by 2. So which is equal to 1. So we got the value of sin theta into cos theta as 1. Okay. ഇതെങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായോ? നമുക്ക് ഒരു വഴിയില്ല, ട്രയാങ്കിൾ വരച്ച് ചെയ്യാൻ പറ്റില്ല, അല്ലാതെ വേറെ ഒരു മെത്തേഡ്സും ഇല്ലാണ്ടായപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, രണ്ട് സൈഡും സ്ക്വയർ ചെയ്തു ആൻഡ് എന്നിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വന്നു. പ്രോപ്പർട്ടീസും നമ്മൾ പഠിച്ചിട്ടുള്ള ഐഡന്റിറ്റീസും പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ട് വന്നു. ഓക്കെ ഓക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവാൻ പറ്റും. എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവാൻ പറ്റും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് ഇങ്ങനെയാണ് ട്രൈ ചെയ്ത് നോക്കാം, ഈ മെത്തേഡ് വന്നില്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും മെത്തേഡ് അപ്ലൈ ചെയ്ത് നോക്കാം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു മെത്തേഡ് നമുക്ക് ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്ത് പോയിട്ട് മാത്സിലൊന്നും അവിടെ അപ്ലൈ ചെയ്യാൻ പോലും പറ്റില്ല. ഓക്കെ okay then I think this is clear for you all. Can I move on to the next question? Okay then, so I'm just giving you a homework. That is, this is a question asked in 2023 question paper for 3 marks. Okay, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും, എക്സ്പ്ലെയിൻ ചെയ്ത് തരും. സോ ബട്ട് ട്രൈ ഫോർ യുവർ സെൽഫ്. ഓക്കെ, കാരണം എക്സാംസിന് ഇനി ഒരുപാട് ദിവസമില്ല, ഇപ്പൊ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്ത് തുടങ്ങും എക്സാമിന്. സോ ഇല്ലെങ്കിൽ എത്രത്തോളം ഇംപ്രൂവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എങ്ങനെ പഠിക്കണം എന്നുള്ളത് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ് ഐ എം ഗിവിംഗ് യു ജസ്റ്റ് എ homework. Okay, so the question is, if sin alpha is equal to 1 by root 2 and cot beta is equal to root 3, then find the value of cosec alpha plus cosec beta. Okay, നമുക്ക് തന്നിട്ടുള്ള രണ്ട് ഹിൻസ് ആണ്, സൈൻ ആൽഫ 1 by root 2 ആണെന്നും കോഡ് ബീറ്റ റൂട്ട് 3 ആണെന്നും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസ് ആൽഫ പ്ലസ് കോസ് ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ കിട്ടിയാലേ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ഒരു ഹിന്റ് തന്നു കേട്ടോ. ഓക്കെ, ചെയ്യാനുള്ള ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. ഇവിടെ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യനിൽ കൊസീക് ആൽഫ പ്ലസ് കൊസീക് ബീറ്റയിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ആൻസർ കിട്ടും. ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ക്ലൂ ആണ് അവർ രണ്ടെണ്ണം തന്നിട്ടുള്ളത്. ഇവിടെ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു 1 by root 2 ആൻഡ് കോഡ് ബീറ്റ ഇസ് ഈക്വൽ ടു root 3. ഓക്കെ, ക്ലിയർ? Okay then, so try this question for yourself and we will be discussing it on the next class, and practice the questions which we had done in the today's class. Okay, and if you are having any doubts regarding those questions, you can ask in the next class. You can clear it in the next class. Okay, okay, study well. Okay, don't waste your time, study well. There is only a short period for your exam, so don't waste your time unnecessarily doing some things. You can do all the things after examinations, so just be concentrate on your studies for 1 month. Okay, anyway, thank you, see you.